ശ്രീ വൈരങ്കോട് ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് മരമുറി. കുംഭമാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് മരമുറി ദിവസം. 30 ഞായറാഴ്ച എന്നാണ് അതിന് പറയാം. അപ്പം മരമുറി തുടങ്ങുന്നത് വൈകുന്നേരം 18-ാം നാഴികയ്ക്കാണ്. അപ്പോൾ ആഴുവാഞ്ചേരി തമ്പുരാക്കളുടെ കോയ്മ വലിയകത്തൊട്ട് കോവിലകത്ത് വന്ന് ഇരുന്നതിന് ശേഷം അവിടെ 2 അരിയളവ് നടക്കാറുണ്ട്. ഒന്ന് മാടമ്പത്ത് നായരുടെ വെള്ളരി പൂജയും, ഒരു പൂജ വേലന്മാരുടെ അരിയേറ് പൂജയും. ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷം ആഴുവാഞ്ചേരി തമ്പുരാക്കളുടെ കോയ്മ മൂത്താശ്ശേരിയെ വിളിച്ച് ഇന്ന ഭാഗത്താണ് വരിക്കപ്ലാവ് എന്ന് നിർദ്ദേശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവിയുടെ വസ്ത്രമായ പട്ട് എല്ലാ ആശാരിമാർക്കും വ്രതശുദ്ധിയോടെ വന്ന ഒരാഴ്ചക്കാലം വ്രതശുദ്ധിയോടെ വന്ന എല്ലാ ആശാരിമാർക്കും ഈ ദേവിയുടെ വസ്ത്രമായ പട്ട് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുത്തുവിളക്ക് പിടിച്ച നായരും മാടമ്പത്ത് നായരും അകമ്പടി പണിക്കരും കൂടി എവിടെയാണോ മരം വഴിപാടാക്കിയിട്ടുള്ളത് ആ ഭാഗത്തേക്ക് കാൽനടയായി മഴു തോളിലേന്തി നടന്നുപോയി പ്ലാവിന് 3 പ്രദക്ഷിണം ചെയ്ത് പ്ലാവിൻ്റെ അടുത്തുനിന്ന് അനുവാദം വാങ്ങി മൂത്താശ്ശേരിയും മറ്റു ആശാരിമാരും മരം കയറ് കെട്ടാതെ കൊമ്പുകൾ ചില്ലകളോ മുറിക്കാതെ പ്ലാവിനെ വണങ്ങി സമ്മതം വാങ്ങി മുറിച്ചിട്ട് തിങ്കളാഴ്ച രാവിലെ ആശാരിമാരെല്ലാവരും പോയി അത് ഇടമുറിച്ച് കൊത്തി കോതിപ്പൊളിച്ച് 101 പരം കഷ്ണങ്ങളിൽ കുറയാതെ ഇട്ടതിൻ്റെ ശേഷം പിന്നെ ചൊവ്വാഴ്ച രാവിലെ അതിൻ്റെ പേര് വേലരി എന്നാണ് പിന്നെ പറയുക. ഈ കൊത്തിപ്പൊളിച്ച വരിക്കപ്ലാവിൻ്റെ പേര് വേലരിയായി. ആ വേലരി അവകാശികളായ നായന്മാർ തലച്ചുമടായി നടന്നു വന്ന് കള്ളാട്ടക്കുഴിയിൽ നിക്ഷേപിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു വഴിപാടായി ഭക്തർ അതിൽ ഈ കടുകുകൾ പ്രദക്ഷിണം ചെയ്ത് കടുകുകൾ വിതരാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 4 മണിയോട് കൂടിയിട്ട് മാടമ്പത്ത് നായരും അവരെല്ലാവരും കൂടി ഈ വരിക്കപ്ലാവ് വേലരി അടുക്കി വെച്ചതിന് ശേഷം ഒരു 6:30-7 മണിയോട് കൂടിയിട്ട് നമ്മളെ മേൽശാന്തി ശ്രീകോവിലിനകത്തു നിന്നും തീ പകർന്ന് മാടമ്പത്ത് നായർക്ക് നൽകുകയും ഒരു 8 മണിയോട് കൂടിയിട്ട് ഇത് കടലാട്ടത്തിനുള്ള തീക്ക് ഇതിന് വേലരിക്ക് തീ കൊളുത്തും. 1000 തിരി കൊളുത്തതിന് ശേഷം നമ്മളെ പുലർച്ചെ കടലാട്ടം കഴിഞ്ഞ് കടലാട്ടം പിന്നെ വേലന്മാരുടെ വക കലാട്ടം മുടിയാട്ടം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കൽപ്പന കഴിഞ്ഞതിന് ശേഷം കോഴിവെട്ടോട് കൂടിയിട്ട് ബുധനാഴ്ച പുലർച്ചെ കോഴിവെട്ടോട് കൂടിയിട്ട് ഉത്സവം സമാപിച്ച് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അളവോട് കൂടിയിട്ട് ഉത്സവം സമാപിച്ച് അതേ ചടങ്ങുകൾ തന്നെയാണ് ബുധനാഴ്ചയും തുടങ്ങുന്നത്. വലിയ ഉത്സവത്തിനുള്ള വലിയ പ്ലാവായിരിക്കും. അതും ഇതേമാതിരി തന്നെ ഉച്ചയ്ക്ക് 12:30യോട് കൂടിയിട്ടാണ് പ്ലാവിൻ്റെ അടുത്ത് വന്നിട്ട് ഇതേമാതിരി തന്നെ പ്ലാവിൻ്റെ സമ്മതം വാങ്ങി 3 പ്രദക്ഷിണം ചെയ്ത് ഈ നേരത്തെ ഞായറാഴ്ച എന്താ നടന്നത് അതേ ഇത് തന്നെയാണ് വലിയ തീയാട്ടിനും ചെയ്യാറുള്ളത്. 2026 ഉത്സവത്തിന് എല്ലാ ഉത്സവ അവകാശികൾക്കും വരവുകൾക്കും എല്ലാവർക്കും നമ്മുടെ മരമുറി അവകാശികളായ ആശാരിമാർ ആശംസ നൽകുകയാണ്.